മഴയൊക്കെ മാറി നിന്ന ഒരു വൈകുന്നേരം എൻ്റെ ചെടികളുടെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും തൊട്ടും തലോടിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മക്കളെ പോലെ തന്നെ അവർക്കും ഓരോരുത്തർക്കും ഓരോരോ പരിഭവങ്ങളും പരാതികളൊക്കെ ഉണ്ടാവും. ചിലർക്ക് വെള്ളം ഓവറായിട്ട് ലീഫുകൾ കരിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് തണുപ്പ് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും. ഇന്നൊരു ദിവസം വെയിൽ കിട്ടിയപ്പോൾ അവരുടെ മുഖമൊക്കെ നല്ല ഹാപ്പിയാണ്. 4-5 ദിവസം അടിയിച്ച് മഴ പെയ്ത് ഒരു ദിവസം വെയിൽ കിട്ടിയതിൻ്റെ ആശ്വാസം വീടിന് തന്നെ ഒരു ഭംഗി കൂടിയ പോലെ തോന്നി. തൊടിയിലെ മരങ്ങൾക്കും ഒക്കെ ഒരു സൗന്ദര്യം കൂടിയിട്ടുണ്ട്. ഇതെൻ്റെ റംബുട്ടാൻ മരമാണ് കേട്ടോ, കായ പിടിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് കട്ടൻ ചായയും കരീമാക്കാൻ്റെ ഉള്ളിവടയും. കരീമാക്കാൻ്റെ കടയിൽ നിന്ന് വൈകുന്നേരം നല്ല മൊരിഞ്ഞ ഉള്ളിവട കൊണ്ടുവന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ല് തന്നെയാണ്. നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുണ്ടാക്കിയ ഉള്ളിവട നല്ല ടേസ്റ്റാട്ടോ. ഇത് ചൂടോടെ കഴിക്കണമെന്ന് മാത്രം. ചിലർ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഉള്ളി വീതി കൂട്ടി അരിയുമ്പോൾ അതിന് ടേസ്റ്റ് കുറവാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിവട ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ചായ കുടി കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക്. ഇവരിൽ കുറേയൊക്കെ നാളെ രാവിലെ പാക്ക് ചെയ്ത് പോവാനുള്ളവരാണ്. ഒട്ടുമിക്ക പേരും സെയിൽ നടന്ന ചെടികളാണ്. അങ്ങ് ദൂരേക്ക് ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം ദൂരെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ളവരാണ് കേട്ടോ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഭാഗങ്ങളിലേക്കൊക്കെ ഉണ്ട്. തിങ്കളാഴ്ചയാണ് നമ്മൾ സ്പീഡ് പോസ്റ്റും കൊറിയറും ഒക്കെ ദൂരെയുള്ള ഭാഗത്തേക്ക് കറക്റ്റായിട്ട് അയക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച കുറച്ച് തിരക്ക് കൂടിയ ദിവസമാണ്. എല്ലാവർക്കും മുറ്റത്ത് ഇതുപോലെ ഒരു ഗാർഡൻ സെറ്റാക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. നിങ്ങൾക്കും അതുപോലെ ചെടികൾ സെറ്റാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. DTDC കൊറിയർ സർവീസ് വഴിയോ ഇനി പോയി ഒന്നും വാങ്ങാൻ ആളില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഒക്കെ അയച്ചു തരുന്നുണ്ട്.